പട 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 പപ്പടം പട 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 പപ്പടം പട 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 പപ്പടം പപ്പടമൊരു വട്ടം പട 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 പപ്പടം പപ്പടമൊരു വട്ടം അകലെ അകലെ ആകാശത്തിലെ അമ്പിളിയൊരു വട്ടം അകലെ അകലെ ആകാശത്തിലെ അമ്പിളിയൊരു വട്ടം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 ബാലസാഹിത്യ പുരസ്കാരം നേടിയ ഉണ്ണി അമ്മയമ്പലവുമായിട്ടുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാലം നടത്തിയ അഭിമുഖം കാണാം. അൽഗോരിതങ്ങളുടെ നാടെന്ന നോവലിനായിരുന്നു ഉണ്ണി അമ്മയമ്പലത്തിന് കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മുൻപ് കേരള സാഹിത്യ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ 3 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. കവിതയെയും ജീവിതത്തെയും കുറിച്ച് ഉണ്ണി അമ്മയമ്പലം മനസ്സു തുറക്കുന്നു. നമസ്കാരം. കുളത്തൂപ്പുഴ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല. അതെ, ഈ സാഹിത്യ രംഗത്ത് ഇത്രയും വലിയൊരു പുരസ്കാരം നേടിയെടുക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ എന്തായിരുന്നു അങ്ങയുടെ ഇത്രയും നാളത്തെ ഒരു യാത്ര? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. കുളത്തൂപ്പുഴ അല്ലെങ്കിൽ അമ്മയമ്പലം, കൊച്ചുകലുങ്ക്, മടത്തറ ഈ പ്രദേശങ്ങളിലാണ് എൻ്റെ ബാല്യ കൗമാരങ്ങളൊക്കെ തഴച്ചു വളർന്നത്. അപ്പോൾ അന്ന് ഇപ്പം നമ്മൾ ഇവിടെ പാരലൽ കോളേജ്, ഇപ്പോൾ ഗുരുകുലം, വിവേകാനന്ദ തുടങ്ങിയ പാരലൽ കോളേജിൽ പഠിപ്പിച്ചു. നമ്മുടെ കൗമാര യൗവനകാലത്ത് ചെറിയ കവിതകളൊക്കെ എഴുതി. അത് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ നിന്ന് ജോലി സംബന്ധമായി ചങ്ങനാശ്ശേരി, കോട്ടയം ഭാഗത്തേക്ക് പോയി. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ വളവും വെളിച്ചവും വെള്ളവും ഒക്കെയാണ് എന്നെ എഴുത്തിൽ ഉയരാൻ പിന്നെ കാരണമായത്. അതിവിടെ എൻ്റെ നാട്ടിലുള്ള ഒരു കാല് വയ്യാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത ഷാജഹാൻ എന്നൊരു കാഥികൻ, ഷാജി എന്ന് പറയുന്നത്, അതെ അതെ, അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോഴും കഥാപ്രസംഗം അവതരിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ പോകാതെ സ്വയം അക്ഷരം പഠിച്ച് സ്വയം കഥ എഴുതി, കവിത എഴുതി, വായനയിൽ കൂടി വളർന്ന വ്യക്തിയാണ്. നടക്കാൻ വയ്യാത്ത ആളാണ്. അപ്പം അദ്ദേഹം ആണ് കഥ എങ്ങനെ എഴുതണം, കവിത എങ്ങനെ എഴുതണം എന്നെനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ അപ്രകാരം കഥയും കവിതയും ഒക്കെ എഴുതി ഇവിടെ നിന്ന് വളർന്ന് ഞാൻ കോട്ടയത്തൊരു സ്കൂളിൽ, കെ ഇ സ്കൂൾ മാന്നാനം, അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമിർ സലാം എന്ന് പറയുന്ന എം എൻ കാരശ്ശേരിയുടെ ജ്യേഷ്ഠൻ്റെ മകൻ, പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് വി എച്ച് നിഷാദ്, ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു പുസ്തകം മാഷ് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആദ്യം മഴയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നു. അത് പ്രസിദ്ധീകരിച്ചു. സാമിർ തന്നെ മുൻകൈ എടുത്ത് പ്രസിദ്ധീകരിച്ചു. അതിന് ആദ്യത്തെ, അതായത് എനിക്ക് കിട്ടിയ ആദ്യ പുരസ്കാരമാണ് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബാലസാഹിത്യ സമിതിയുടെ PT ഭാസ്കര പണിക്കർ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം എനിക്ക് ആ പുസ്തകം ലഭിച്ചു. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ടായി, ആത്മവിശ്വാസമുണ്ടായി, കുട്ടികൾക്ക് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ DC ബുക്സുമായി ബന്ധപ്പെട്ട് തുടരെ 4 പുസ്തകങ്ങൾ, ഇതെല്ലാം വിറ്റ് പോവുകയും ആളുകൾ പ്രശംസിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ ലോകം സൃഷ്ടിക്കാം എന്ന് അന്ന് എനിക്ക് തോന്നി. ആ ആലോചനയിൽ നിന്നാണ് പിന്നെ തുടരെ മികച്ച വ്യത്യസ്തമായ കൃതികൾ എഴുതാൻ കാരണമായതും. അതിലേറ്റവും മികച്ച അൽഗോരിതങ്ങളുടെ നാട് എന്ന പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമി 2024 ബാലസാഹിത്യ പുരസ്കാരത്തിന് പരിഗണിക്കുകയും അത് ലഭിക്കുകയും ചെയ്തു. അതിന് ഈ നാടും എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഫലമാണ് ഈ അവാർഡ് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, നമ്മുടെ ഭാഷയ്ക്ക് അവകാശപ്പെട്ടതാണ് ഈ പുരസ്കാരം. ഈ കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് മറ്റ് വേറെ ഏതെങ്കിലും അവാർഡുകളോ? എനിക്കൊരു 15ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ 3 പുരസ്കാരങ്ങൾ. അത് കിട്ടിയത് ചരിത്രത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. അതൊരു അഹങ്കാരമല്ല, അഭിമാനമാണ്. ഒരു വർഷം 2 പുരസ്കാരം ഒരുമിച്ച് കിട്ടി, 2 പുസ്തകങ്ങൾ. പിന്നെ ഒരു വർഷം ഒരു ശാസ്ത്ര പുസ്തകത്തിന് 1 പുരസ്കാരം കിട്ടി. 3 പുരസ്കാരം കിട്ടിയ ഒരു ബാലസാഹിത്യകാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പാല KM മാത്യു ഫൗണ്ടേഷൻ അവാർഡ്, അത് പാല KM മാത്യുവിന്റെ പേരിലുള്ള ബാലസാഹിത്യ പുരസ്കാരം, അതും ലഭിച്ചു. KR മീരയാണ് അവാർഡ് തന്നത്. പിന്നെ എനർജി കൺസർവേഷൻ സൊസൈറ്റിയുടെ അവാർഡ്, വിദ്യാരംഗം മാസികയുടെ പുരസ്കാരം, അധ്യാപക കലാവിധി, ഇങ്ങനെ ഒട്ടനവധി ഒരു 15ഓളം സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇപ്പം നാടിനെ കുറിച്ചും നാട്ടുകാരനായ ഷാജി സാറിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം അങ്ങയുടെ നാട്ടുകാരെല്ലാം കൂടെ ഒരു വൻ സ്വീകരണം നൽകിയതായിട്ട്. തീർച്ചയായിട്ടും. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരു നാടാണ്. ഈ പറഞ്ഞ പോലെ ഷാജി കാക്ക, അസ്ലം കാക്ക, നജീം കൊച്ചുകൽ അദ്ദേഹം എഴുത്തുകാരനാണ്, മോരി, മോട്ടി, ഇങ്ങനെ കുറെ അധികം, ചിഞ്ചുവിന്റെ 2 കുഞ്ഞുങ്ങൾ, മക്കൾ, ഇങ്ങനെ കുറെ അധികം ആളുകൾ എഴുത്തുകാരുള്ള ഒരു നാടാണ്. അപ്പൊ ഈ നാട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. ആ നാട്ടിന്റെ മണ്ണും ആ നാട്ടിലെ വായുവും ആ നാട്ടിലെ മരങ്ങളുടെ തണലും ആ നാട്ടിലെ കുളത്തിലെ വെള്ളവും ആ നാട്ടിലെ നടപ്പാതകളും ഒക്കെയാണ് എന്നെ വളർത്തിയത്. അതുപോലെ തന്നെ വ്യക്തികൾ, എൻ്റെ അച്ഛനും അമ്മയും ശ്വസിച്ച വായു ആ നാട്ടിലെ ഏതാണ്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും നടന്ന മണ്ണ്, അവർ ജീവിച്ച ഇടങ്ങൾ, അവർ പോയ സ്ഥലങ്ങൾ, ഇതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അവിടെ എനിക്കൊരു സ്വീകരണം കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ധാരാളം സ്വീകരണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പണം തരുന്നുണ്ട്, പോയ ഇടങ്ങളിലൊക്കെ മെമൻറ്റോ തരുന്നവരുണ്ട്, അതുപോലെ ഗിഫ്റ്റ് തരുന്നവരുണ്ട്. അപ്പം അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു കുടുംബത്തിൽ വന്ന ഒരു ഫീലാണ്. ഇപ്പൊ നമ്മൾ ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ആകാശത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ വലിയൊരു പുരസ്കാരം കിട്ടിയിട്ട് സ്വന്തം നാട്ടിൽ വലിയ പ്രശസ്തരൊന്നും ഇല്ലാതെ നാട്ടുകാർ തന്നെ സ്വീകരണം ഒരുക്കി 2-2.5 മണിക്കൂർ നിറഞ്ഞ സദസ്സിൽ, പ്രതീക്ഷിച്ചതിനേക്കാൾ 100-150 ആളുകൾ വരികയും നിറഞ്ഞ സദസ്സിൽ എനിക്ക് സ്വീകരണം തരികയും എന്നെക്കുറിച്ച് സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. അത് ഇനി ഉള്ള എൻ്റെ എഴുത്തിന് ഊർജ്ജമാകും എന്ന് കരുതുന്നു. അതെ അതെ, തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞ സത്യമാണ്. ഓരോ കലാകാരന്മാരും സിനിമയിലുള്ളവരും സാഹിത്യകാരന്മാരും ഒക്കെ ഒരു ഉയർച്ചയിലെത്തിക്കഴിയുമ്പം സ്വന്തം നാടിനെയും സ്വന്തം മണ്ണിനെയും പഴയ കൂട്ടുകാരെയൊക്കെ മറക്കുന്ന ഒരു ശീലം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് അങ്ങ് ചെയ്തതും അങ്ങേക്ക് കിട്ടിയതുമായ ഒരു വലിയ സൗഭാഗ്യമായി കരുതാം. ഇപ്പൊ കേന്ദ്ര ബാലസാഹിത്യ അവാർഡാണ് അങ്ങേക്ക് കിട്ടിയത്. ബാലസാഹിത്യം മാത്രമേ എഴുതാറുള്ളൂ, അതോ ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടിയുള്ള സാഹിത്യം? ഈ ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കും വായിക്കാം. കാര്യം ഈ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു കൊച്ചുകുട്ടിയുണ്ട്. നമുക്കിപ്പം സാറ് സ്കൂൾ നടത്തുന്ന ആളാണ്. അപ്പം കുട്ടികളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ എല്ലാ മനുഷ്യരിലും ഒരു കുട്ടി ഉണ്ട്. അപ്പൊ അത് മുതിർന്നവർക്കും വായിക്കാം, കുട്ടികൾക്കും വായിക്കാം. പിന്നെ ഞാനിത് കൂടാതെ എനിക്ക് മൊത്തം 52 പുസ്തകം എഴുതി. മുതിർന്നവർക്ക് വേണ്ടി എഴുതിയത് പേരൻസിന് വേണ്ടിയാണ്, രക്ഷകർത്താക്കൾക്ക് വേണ്ടി, കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കാം. മറ്റൊന്ന് അധ്യാപകർക്ക് വേണ്ടി, നമുക്ക് നല്ല അധ്യാപകനാകാം. എനിക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അധ്യാപന രംഗത്ത്. ഇത് വെച്ചിട്ടും പിന്നെ ഈ പേരന്റിങ്, ഞാൻ ഈ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചു ലയോള തിരുവനന്തപുരത്ത് നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ കൗൺസിലറായിരുന്നു 3-4 വർഷം തിരുവനന്തപുരത്ത് സ്കൂളിൽ. അപ്പൊ ഈ പേരൻസും കുട്ടികളും വന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കാം എന്ന് പറഞ്ഞ് പേരൻസിന് വേണ്ടിയും നമുക്ക് നല്ല അധ്യാപകരാകാം എന്ന പേരിൽ, പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയും, പിന്നെ നന്നായി പഠിക്കാം, പരീക്ഷ എഴുതി ജയിക്കാം, അത് കുട്ടികൾക്ക് വേണ്ടിയും. ഇത് കൂടാതെ ഈ 3 പുസ്തകമാണ് ആകെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അൽഗോരിതങ്ങളുടെ നാട്, ഇതേപോലെ തന്നെ അങ്ങയുടെ മറ്റു പുസ്തകങ്ങൾ കുറച്ചുകൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, താങ്കൾ എഴുതിയതും കൂടുതൽ പ്രതികരണം ലഭിച്ചതായ പുസ്തകങ്ങൾ? ധാരാളം പുസ്തകമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് പുസ്തകമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സയൻസ് പുസ്തകങ്ങളാണ്. അതിൽ ഒന്ന് സൂക്ഷ്മജീവി സൂപ്പർ ജീവി, അത് കോഴിക്കോട് പൂർണ്ണയാണ് പബ്ലിഷ് ചെയ്തത്. 2 പതിപ്പൊക്കെ കഴിഞ്ഞു. പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. അത് നമ്മുടെ മൈക്രോ ബയോംസിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല, അത് സൂക്ഷ്മജീവികൾക്കുള്ളതാണ്. അത് +2 കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. കൂടാതെ വരൂ നമുക്ക് സൂര്യനെ തൊടാം. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് ഞാൻ മാത്രമാണ് മലയാളത്തിൽ എഴുതിയത്, മറ്റാരുമല്ല. സോളാർ സ്റ്റോം എങ്ങനെ നമ്മളെ ഭൂമിയെ സ്വാധീനിക്കും. കൂടാതെ വരൂ കുട്ടികളെ ബാപ്പുജി വിളിക്കുന്നു. അത് ബാപ്പുജിയുടെ, ഗാന്ധിജിയുടെ ജീവചരിത്രം കുട്ടിക്കവിത രൂപത്തിൽ ഫുള്ള്. അത് 5 പതിപ്പ് കഴിഞ്ഞ പുസ്തകമാണ്. കോഴിക്കോട് പൂർണ്ണ പബ്ലിഷ് ചെയ്തത്. കൂടാതെ ഇപ്പോ ചിന്ത പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, സർ ഐസക് ന്യൂട്ടൻ എടുത്തു വളർത്തിയ കുട്ടിയുടെ കഥ. സർ ഐസക് ന്യൂട്ടൻ വളർത്തിയ ഒരു കുട്ടിയുടെ കഥ. അതൊരു വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. ഈ പറഞ്ഞ ഐസക് ന്യൂട്ടൻ വളർത്തിയ കുട്ടിയുടെ കഥ, പേര് പോലെ തന്നെ. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു പുസ്തകമാണ് ഉണ്ണിപ്പൂച്ച എന്ന് പറയുന്ന, മനുഷ്യമുഖമുള്ള ഒരു പൂച്ച ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും രസകരമായ കാര്യങ്ങളാണ് ഉണ്ണിപ്പൂച്ച എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ഇത്തരം കുറച്ച് പുസ്തകങ്ങൾ, ഇനിയും പുസ്തകങ്ങൾ ധാരാളം ഉണ്ട്. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുടെ നിരയിലേക്ക് ഈ പുസ്തകങ്ങളാണ് വരുന്നത്. പറക്കും ബാവ, ചിരിക്കും കൂട്ടുകാർ എന്ന് പറയുന്ന പുസ്തകം. അങ്ങനെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഇനി ഇറങ്ങാനിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, മണിപ്പൂരിലെ ഈ ലഹളയെ കുറിച്ചുള്ള പുസ്തകം. ഈ ലഹള കുട്ടികളെ എങ്ങനെ ബാധിച്ചു, അതാണ് ആ പുസ്തകത്തിന്റെ പേര്. മിടുക്കരായ ഇന്ത്യൻ കുട്ടികൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്.
ഇപ്പം കുട്ടികൾ സാധാരണ കണ്ടുവരുന്ന വായനയുടെ ശീലം വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. അപ്പം അത് വായന കുട്ടികളിൽ കൂടുതൽ വരുത്താൻ വേണ്ടി അങ്ങയുടെ ബാലസാഹിത്യം അതെ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഈ നമ്മുടെ കുട്ടികൾ വായന കുറയുന്നു എന്ന് പറയുന്നത് കുറച്ചുപേര് വായിക്കുന്നില്ല, പക്ഷെ വായിക്കുന്ന കുട്ടികളുണ്ട്, നന്നായിട്ട് വായിക്കുന്ന കുട്ടികളുണ്ട്. അതിന് നമ്മുടെ രക്ഷകർത്താക്കളും കൂടി കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക, അവരും കൂടെ ഇരുന്ന് വായിക്കുക. ഇപ്പൊ ഞാനൊരു പ്ലാൻ അടുത്ത വർഷം ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ചെയ്യാൻ പോകുന്നത് അമ്മ വായന. അതായത് കുട്ടികൾ മാത്രമല്ല വായിക്കുന്നത്, ജൂൺ 19 പ്ലാൻ ചെയ്യുകയാണ്. കുട്ടികളോടൊപ്പം ആ ഒരു ദിവസം 1 മണിക്കൂർ അമ്മമാരും കൂടി സ്കൂളിൽ വന്ന് വായിക്കുക, അമ്മ വായന. അതുപോലെ തന്നെ ഈ വായന ഈ വായന. അപ്പൊ ഈ കുട്ടികൾ മൊബൈൽ ഫോണിലാണ്, അപ്പൊ അവർ മൊബൈൽ ഫോണിൽ നിന്നും വായിക്കുക. മൊബൈൽ ഫോണിൽ നല്ലത് കിട്ടും, വായിക്കാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. മൊബൈൽ ഫോൺ വഴി കുട്ടികൾ വായിക്കുക, അമ്മയും അച്ഛനൊക്കെ മൊബൈൽ ഫോണിൽ വായിക്കുക. അതുപോലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് വായിക്കുക. അപ്പൊ ഇങ്ങനെ വായിക്കുമ്പോൾ വായിക്കുന്ന അച്ഛനെയും അമ്മയും അധ്യാപകരെയൊക്കെ കണ്ട് വളരുന്ന കുട്ടി വായനയിൽ കൂടുതൽ ശ്രദ്ധിക്കും. അത് അവന്റെ ബുദ്ധിയെയും അവന്റെ വളർച്ചയെയും ഒക്കെ മുന്നോട്ട് നയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മൊബൈലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഇപ്പൊ ഒരുപാട് നോവലുകൾ മൊബൈലിൽ തന്നെ നമുക്ക് കണ്ടെത്തി. അങ്ങയുടെ ഏതെങ്കിലും അത് മൊബൈൽ? എൻ്റെ മാജിക് സ്കൂൾ ബസ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, ഊർജ സംരക്ഷണ കഥകൾ. അത് മാതൃഭൂമി ബുക്സ് ആണ്, അവരത് ഈ ബുക്കാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവൈലബിൾ ആണ്, വായിക്കാൻ കിട്ടുന്നതാണ്. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച്? കുടുംബത്തെക്കുറിച്ച് മക്കള്, ഭാര്യ, 2 മക്കള്, ഭാര്യ തിരുവനന്തപുരത്ത്, എല്ലാവരും ഒത്തിങ്ങനെ സുഖമായിട്ട് കഴിയുന്നു. മക്കള് ഏതൊക്കെ ക്ലാസ്? മക്കൾ ഒരു മകൻ, ഒരു മകള്. മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ എഴുത്തുകാരനാണ്. 2 പുസ്തകങ്ങൾ, ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു, അടുത്ത പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചു കുട്ടികളെ കുറിച്ച് പറയുന്നത്. അതെ, അടുത്ത പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അവൻ വായന നന്നായിട്ട് വായിക്കും. ഈ 300 പുസ്തകം ഒരു വർഷം വായിച്ചു. മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ ഏതായിരുന്നു സബ്ജക്ട്? മലയാളമായിരുന്നു? മലയാളം. ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പം പല കൂട്ടങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ അതിന് ശാസ്ത്രവുമായിട്ടൊരു ചെറിയൊരു കണക്ഷൻ പലയിടത്തും കാണും. അതെ അതെ അതെ. അതെന്താണ് ഈ ശാസ്ത്രവും സാഹിത്യവും തമ്മിൽ കൂട്ടിയിണക്കി? അതൊരു മികച്ച രസകരമായ കൗതുകകരമായ ഒരു ചോദ്യമാണ്. ഈ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ അന്ധവിശ്വാസത്തിന്റെയും അശാസ്ത്രീയതയുടെയും പിറകെ പോകുന്നുണ്ട്, നമ്മുടെ സമൂഹവും കുട്ടികളും. അപ്പൊ ഈ കുട്ടികളെ ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റുക. അപ്പൊ ഏത് കാര്യവും ശാസ്ത്രീയമായി അവർ ചിന്തിക്കുക. മനുഷ്യൻ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയത എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചിന്തിക്കുകയും ശാസ്ത്രബോധം ഉൾക്കൊണ്ട് വളരുകയും ചെയ്യുക. അങ്ങനെ ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അവർക്ക് സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടി എൻ്റെ പുസ്തകം വരൂ നമുക്ക് സൂര്യനെ തൊടാം, ഈ പുസ്തകം വായിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, വാട്സാപ്പ് മെസ്സേജ്. അപ്പം അതിൽ ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ ഇതുവരെ ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ലാംഗ്വേജും ഒക്കെ പഠിച്ചു, എനിക്ക് ജീവിതത്തിൽ എന്താകണം എന്ന് ഒരു നിശ്ചയവും ഇല്ലായിരുന്നു. പക്ഷെ സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് സ്പേസ് എഞ്ചിനീയറിംഗ്, അതായത് സ്പേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, സൂര്യനെ കുറിച്ച് പഠിക്കണം, സൗരയൂഥത്തെക്കുറിച്ച് പഠിക്കണം. ഈ രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് എവിടെയെങ്കിലും അത്തരം സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇല്ലായിരുന്നു. പക്ഷെ സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് സ്പേസ് എഞ്ചിനീയറിംഗ്, അതായത് സ്പേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, സൂര്യനെ കുറിച്ച് പഠിക്കണം, സൗരയൂഥത്തെക്കുറിച്ച് പഠിക്കണം. ഈ രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് എവിടെയെങ്കിലും അത്തരം സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. +2 കഴിഞ്ഞാൽ ഉടൻ ഞാൻ സ്പേസുമായി ബന്ധപ്പെട്ട സയൻസ് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പുസ്തകം കൊണ്ട് ഒരു കുട്ടിയുടെ ഭാവിക്ക് ഒരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞു. ഒരു കവിത, ഒരു കുട്ടി കവിത അല്ലേ. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം അമ്മയാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടം അമ്മയെയാണ്. അപ്പൊ അമ്മയെ കുറിച്ചുള്ള ഞാൻ എഴുതിയ ഒരു കവിത. അമ്മയെടുക്കാൻ ഒരു മോഹം, അമ്മയെടുക്കാൻ ഒരു മോഹം, ഉമ്മ കൊടുക്കാൻ ഒരു മോഹം, ഉമ്മ കൊടുക്കാൻ ഒരു മോഹം, ഉമ്മയും ഉരുളയുമേകുമ്പോൾ അരികിലുറങ്ങാൻ ഒരു മോഹം, ഉമ്മയും ഉരുളയുമേകുമ്പോൾ അരികിലുറങ്ങാൻ ഒരു മോഹം. ഇനി മറ്റൊരു കവിതയുണ്ട്, അമ്മയെക്കുറിച്ച് തന്നെയാണ്. ഈ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഒരു കവിതയാണ്. അരികിലെന്റെ അമ്മ അറിവു നൽകും അമ്മ, അരികിലെന്റെ അമ്മ
അറിവു നൽകും അമ്മ, അഴകാണെന്റെ അമ്മ, അലിവാണെന്റെ അമ്മ, അഴകാണെന്റെ അമ്മ, അലിവാണെന്റെ അമ്മ. ഇതെല്ലാം ആ കൊണ്ട് തുടങ്ങുന്ന പാട്ടാണ്. അപ്പൊ അമ്മയെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഇതിലുണ്ട്. കുട്ടികൾക്ക് ആ എന്ന അക്ഷരം പഠിക്കുകയും ചെയ്യാം. ഈ കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങാൻ പോയത് ഞാൻ ആ ഫംഗ്ഷനൊക്കെ ടി വിയിൽ ഞാൻ കണ്ടായിരുന്നു. ഇത്തരം ഒരു അവാർഡിന് വേണ്ടി കേരളത്തിന് വെളിയിലോട്ട് ആദ്യമായിട്ടല്ലേ പോകുന്നത്? ഈ പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തേക്ക് ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായിരുന്നു അവിടെ ചെന്നപ്പോ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഉണ്ട്. അപ്പൊ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പല ഭാഷകളിൽ നിന്നുള്ള എഴുത്തുകാരുണ്ട്. പിന്നെ അവര് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സൗകര്യങ്ങൾ, താമസിക്കാനും യാത്ര എല്ലാം അവർ ചെയ്തു തന്നു. എൻ്റെ പണം എല്ലാം അവർ നമുക്ക് നൽകി. കൂടാതെ 3 ദിവസവും സാഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അവാർഡ് കഴിഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തെക്കുറിച്ചുള്ള അവതരണം, അതിൻ്റെ എല്ലാം പേപ്പേഴ്സ് അവർ വാങ്ങിച്ച് പ്രിന്റ് ചെയ്ത് നമുക്ക് തന്നു. നമ്മൾ കൊടുത്ത പേപ്പർ, നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ കൊടുത്ത പേപ്പറെല്ലാം അവർ വാങ്ങിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഈ പുസ്തകം എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്താൻ വേണ്ടിയുള്ള കരാറ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇനി ഈ പുസ്തകം മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ട് ഉടൻ തന്നെ പുറത്തിറങ്ങി. അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. ഈ ക്യാഷ് അവാർഡ് മാത്രം ഉള്ളായിരുന്നോ? അവാർഡ് ഉണ്ടായിരുന്നു. ക്യാഷ് അവാർഡ് 50,000 രൂപ അവാർഡ് ഉണ്ടായിരുന്നു. മെമന്റോ, ഒരു നല്ല മെമന്റോ ഉണ്ടായിരുന്നു. അത് 2 ലഭിച്ചത്. പിന്നെ അവരുടെ ബുക്സ്, കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. വളർന്നു വരുന്ന സാഹിത്യ രചനയിൽ താല്പര്യമുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ നമ്മുടെ ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടാവും. അവരോട് എന്താണ് ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് രചനാ വൈഭവം വളർത്തുന്നതിന് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ആകാം എന്നാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ വളർന്നു വരുന്ന കുട്ടികളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാര്യം ഈ കുട്ടികൾ എവിടെ എത്തിച്ചേരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുട്ടിക്കാലം മുതലുള്ള വളർച്ചയുടെ ഘട്ടത്തിലാണ്. മറിച്ച് +2 കഴിയുമ്പോഴോ 10ാം ക്ലാസ് കഴിയുമ്പോഴോ അല്ല. ഈ വളർന്നു വരുന്ന ഘട്ടത്തിൽ ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് പുസ്തകം വായിക്കാൻ കൊടുത്ത് അവരെ വായനാശീലം വർദ്ധിപ്പിച്ച് വായനയിൽ കൂടി അവരുടെ എഴുതാനും വായിക്കാനും പറയാനുമുള്ള കഴിവിനെ ഡെവലപ്മെന്റ് ചെയ്താൽ, വികസിപ്പിച്ചാൽ പിന്നീട് അവർ ഒരു വലിയ ഭാവി അവർ തന്നെ തിരഞ്ഞെടുത്ത് അവരുടെ വഴിക്ക് പോകും. കാരണം വായനയിൽ കൂടി കിട്ടുന്നത് ചിന്തയുടെ ഡെവലപ്മെന്റ് ആണ്. ചിന്ത നമ്മളാരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും, ഒരു പ്രോബ്ലം വന്നാൽ അതിന് സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം, ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാം എന്ന് ഈ വായനയിൽ കൂടി കുട്ടി മനസ്സിലാക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ പ്രവണത, ഡിപ്രഷൻ, മൂഡ് ഇതെല്ലാം മാറും. അപ്പോൾ ഈ മാതാപിതാക്കള് 3 വയസ്സ് മുതൽ അക്ഷരം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ചെറിയ കുട്ടി കവിതകൾ, ചെറിയ കുട്ടി കഥകൾ ഇവർക്ക് കൊടുക്കുക. അത് അവരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യുക. വീണ്ടും പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങി കൊടുക്കുക. നമ്മുടെ ഈ മൊബൈൽ ഫോൺ തെറ്റെന്നല്ല പറയുന്നത്, അതിൻ്റെയൊക്കെ യൂട്യൂബ്, വാട്സാപ്പ് ഇതിൻ്റെയൊക്കെ ഒരു അതിപ്രസരണത്തിലേക്ക് കുട്ടികളെ വിടാതെ മിതമായിട്ട് അത് ഉപയോഗിക്കാൻ അവസരം കൊടുത്തിട്ട് ബാക്കി സമയം ഇത്തരം എഴുത്തിലും വായനയിലേക്കും ഒക്കെ തിരിയാൻ പ്രേരിപ്പിക്കണം. കഴിവുള്ള കുട്ടികളാണ് കേരളത്തിലെ കുട്ടികൾ. അവർ വളരും. അവർ ചിലപ്പോൾ വലിയ എഴുത്തിന്റെ മേഖലയിലൊക്കെ വലിയ മികവ് നേടി എന്നിരിക്കും ഇങ്ങനെ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുത്താൽ. ഓക്കെ, മുദ്രാവിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളോട് പങ്കുവയ്ക്കുകയും കൂടുതലായി അങ്ങയെക്കുറിച്ച് അറിയുവാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. അതെ, ഇങ്ങനെ എനിക്കൊരു അവസരം, ഒരു അഭിമുഖ സംഭാഷണം അല്ലെങ്കിൽ ഒരു വർത്തമാനം പറയാൻ വേണ്ടി ഒരു അവസരം തന്നതിന് മുദ്ര ക്രിയേഷൻസിനോടുള്ള എൻ്റെ നന്ദി, കടപ്പാട്, സ്നേഹം ഞാൻ അറിയിക്കുന്നു. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.